യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാനികൾ. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ട്രംപിന്റെ പട. ഇവിടെ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം നടക്കുന്നുവെന്നാണ് പറയുന്നത്. ഇറാനിൽ ഭരണകൂട മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അരങ്ങേറിയ പ്രകടനങ്ങളിൽ 10 ലക്ഷം പേർ പങ്കെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ ഷാ രാജവംശത്തിന്റെ അനന്തരാവകാശി റേസ പഹ്ലവിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു ഈ നടന്ന വിപ്ലവങ്ങൾ, പ്രകടനങ്ങളൊക്കെ. അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടി നടന്ന ജർമ്മനിയുടെ മ്യൂണിക് നഗരത്തിൽ 2 ലക്ഷം പേരുടെ റാലി അരങ്ങേറി. പങ്കെടുത്തവർ ഷാ രാജവംശകാലത്തെ ഇറാനിയൻ പതാക, ഇസ്രായേലി അമേരിക്കൻ പതാകകൾ, റേസ പഹ്ലവിയുടെ ചിത്രം ഇവയൊക്കെ വഹിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ഇറാനിയൻ ഭരണകൂടം മാറണമെന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. കാനഡയിലെ ടൊറാൻഡോ, അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരങ്ങളിലുണ്ടായ പ്രകടനങ്ങൾ 3.5 ലക്ഷം പേർ വീതം പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. ലണ്ടൻ, ഏഥൻസ്, ബെർലിൻ, നിക്കോസിയോ, ടോക്കിയോ നഗരങ്ങളിലും ഇതേപോലെ റാലികൾ അരങ്ങേറിയെന്നുള്ളതാണ്. ഇറാനുമായി ചർച്ച നടത്തി സമയം പാഴാക്കുന്നതിന് പകരം അമേരിക്ക സൈനിക ഇടപെടൽ നടത്തണമെന്ന് റേസ പഹ്ലവി ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനിയൻ ഭരണകൂടം തകർച്ചയുടെ വക്കിലാണ് എന്നും അമേരിക്കൻ ആക്രമണം തകർച്ച വേഗത്തിലാക്കുമെന്നും പഹ്ലവി പറയുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിലാണ് റേസ പഹ്ലവിയുടെ ഷാ കുടുംബത്തിന് ഇറാന്റെ ഭരണം തന്നെ നഷ്ടമായി പോയത്. റേസ പഹ്ലവി അരനൂറ്റാണ്ടായി അമേരിക്കയിലാണ് താമസിക്കുന്നത്. ജനകീയ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരുവാനുള്ള ശ്രമത്തിലുമാണ് പഹ്ലവി. അതേസമയം ഇറാനുള്ളിൽ പഹ്ലവിക്കുള്ള ജനപ്രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രീതി സമ്പാദിച്ചെടുക്കുവാൻ പഹ്ലവിക്ക് കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യമൊന്നും പ്രസിഡന്റിനില്ല. പക്ഷെ പഹ്ലവി ആഗ്രഹിക്കുന്നുണ്ട് കാലങ്ങൾക്കിപ്പുറം വീണ്ടും ഇറാനിൽ അവരുടെ കൊടി പാറിപ്പിക്കണമെന്ന്. ഇറാനിലുള്ള ഇപ്പോഴത്തെ പുരോഹിത വിഭാഗത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന്. മാത്രമല്ല ആയത്തുള്ള അലി ഖമേനിയെ പോലുള്ള ഒരു ഇറാന്റെ പരമോന്നത നേതാവിനെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യണമെന്ന്. അങ്ങനെ പല ആഗ്രഹങ്ങളുമുണ്ട് ഈ പറയുന്ന പഹ്ലവിക്ക്. പക്ഷെ അതൊക്കെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ കൂടി സഹായം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അവിടെയാണ് ചില സംശയങ്ങൾ വരുന്നത്. ഇവിടെ യുദ്ധം അവസാനിക്കേണ്ടതല്ലേ? യുദ്ധം എന്നായാലും അവസാനിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം അമേരിക്കയ്ക്ക് ഒരു പിന്നാക്കം പോകുന്ന സാഹചര്യമുണ്ടോ? ഇല്ല. ഇറാനിൽ ഏത് നിമിഷം വേണമെങ്കിലും US ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നാൽ US ഇറാൻ ചർച്ച ജനീവയിൽ നടക്കാൻ പോകുന്നു നാളെ. പ്രതീക്ഷ വാനോളമാണ്. US ഉപരോധം അതിൽ ഇളവ് ഉണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഇറാൻ കൂടി അഭിപ്രായപ്പെടുമ്പോൾ, ഇറാൻ അമേരിക്ക ആണവ ചർച്ചയുടെ തുടർച്ച നാളെ ജനീവയിൽ നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിനിധിയായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണറും പങ്കെടുക്കുന്ന ആ ഒരു ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരിഗാച്ചി കൂടി പങ്കെടുക്കുന്ന ആ ഒരു ചടങ്ങിൽ പരോക്ഷ ചർച്ചകളിൽ ഒമാന്റെ മധ്യസ്ഥത കൂടി ഉണ്ടാകും. ആ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ചർച്ചയുടെ കരട് റിപ്പോർട്ടുകൾ ഉണ്ടാവുകയോ മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ കൂടി താല്പര്യത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഇല്ലാതാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഇതിനിടയിലാണ് ഉപരോധം പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അമേരിക്ക സന്നദ്ധത കാട്ടിയാൽ മാത്രമേ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ള വാദം കൂടി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പന്തിപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ് എന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാം യുദ്ധം വേണമോ വേണ്ടയോ എന്ന്. ഞങ്ങൾ തയ്യാറാണ് യുദ്ധത്തിന് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആണവ വിഷയത്തിൽ ധാരണ ഉണ്ടായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ട്രംപിന്റെ ഉത്തരവ് ലഭിക്കുന്ന പക്ഷം ഇറാനെതിരെ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സേന തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിലാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി പലതരത്തിലും 4 ചുറ്റിലൂടെയും ഇറാനെ വളയുക, അതിനുശേഷം ആക്രമിക്കുക എന്നൊരു തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങുന്നത്. എന്നാൽ പ്രസിഡന്റ് ട്രംപിന് താല്പര്യം ധാരണ ഉണ്ടാക്കുന്നതിലാണ് എന്നും, എന്നാൽ ഇറാനുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നത് വളരെ വളരെ വിഷമം പിടിച്ച കാര്യമാണ് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാനികൾ തയ്യാറെടുക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ട്രംപിന്റെ പട മുന്നോട്ട് പോയാൽ ഇറാനികൾ അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം എന്ന് പറയപ്പെടുന്നത് അകലെയല്ല, തൊട്ടരികിലാണ്.
എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം.